ഹലോ ഗായ്സ്, അപ്പോൾ കുറച്ച് ദിവസത്തിന് മുന്നേ ഹെന്ന പൊടിച്ച് പൗഡറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹെന്ന പൗഡർ മാത്രം പോരല്ലോ, അതൊരു പാക്കാക്കിയാലല്ലേ നമുക്ക് തലയിൽ തേക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണം, എങ്കിലേ അതിൻ്റെ അയൺ കണ്ടൻറ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ചാമ്പവൻ്റെ കാലത്ത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ കഴുകി പിറക്കിയെടുത്ത് വെച്ചു. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് 2 സ്പൂണ് തേയിലപ്പൊടിയും 2 സ്പൂൺ അതേ സെയിം 2 സ്പൂണ് കോഫി പൗഡർ ഇടണം. ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം അതിലോട്ട് ഒഴിക്കണം. ഇപ്പോൾ പൊടിയുടെ ഇതും തലയുടെ ഇതൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തിരിഞ്ഞിരിക്കാം. എന്നാലും ഒരു ഗ്ലാസ്സിനെ വറ്റിച്ച് നമ്മൾ 1/2 ഗ്ലാസ്സായിട്ട് എടുക്കണം. 2 ഗ്ലാസ്സായിട്ട് എടുക്കുന്നെങ്കിൽ അതിനെ വറ്റിച്ച് 1 ഗ്ലാസ്സായിട്ട് എടുക്കണം. അപ്പം എന്നിട്ട് നമ്മൾ ആ ചട്ടിയിലോട്ട് നമ്മുടെ ഹെന്ന പൗഡറിനെ പൊടിച്ച് വെച്ച ഫുൾ പൗഡർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 3 സ്പൂണ് ഹെന്ന പൗഡർ എടുത്തിട്ട് അടുത്ത് അംല പൗഡറാണ്, നമ്മുടെ നെല്ലിക്കപ്പൊടി 2 സ്പൂൺ. അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ അതിനകത്ത് നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ എഴുതി തലയ്ക്ക് തണുപ്പൊക്കെ കിട്ടുമെന്ന് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചേർത്തത് തൈരാണ്. എല്ലാം ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. തൈരും ഒഴിച്ച് നമ്മൾ ഈ തേയിലപ്പൊടി കാപ്പിപ്പൊടീൻ്റെ മിക്സ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ മുട്ടയുടെ മഞ്ഞയല്ല, ഞാൻ മുട്ടയുടെ വെള്ളം എടുത്തു. കൂട്ടിന്ന് മുട്ട എടുത്തപ്പോൾ മുട്ട വീണ് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ആ മുട്ട അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് അളവിന് ഇതേപോലെ കുറുകി കിട്ടാൻ പാകത്തിന് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ച് ഭദ്രമായിട്ട് ഒരു നൈറ്റ്, ഇപ്പം നാളെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇന്ന് രാത്രി നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നാളെ അത് തലയിൽ തേക്കണം. അപ്പം അത് അടുത്ത ദിവസം എടുത്തതാണ് ഈ കറാന്നിരിക്കുന്ന ആ ചട്ടിയിലുള്ള അയണിൻ്റെ കണ്ടൻറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പം നേരെ അത് എടുത്തുകൊണ്ട് പുറത്തോട്ട് വിട്ടണം. ഇല്ലെങ്കിൽ അമ്മായി എന്നാലും അടിച്ചോട്ടിക്കും, കാരണം എല്ലാം തറയിലാവും. പിന്നെ ഞാൻ നല്ല ഡ്രൈ ആയിരുന്നുകൊണ്ട് ശകല എണ്ണ എൻ്റെ തലയിൽ തേച്ചതിന് ശേഷമാണ് തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പം നേരെ അടുക്കളയുടെ പുറകെ പുന്നാമ്പുറത്ത് ഇറങ്ങിയിട്ട് എവിടെയാണെങ്കിലും പുറത്തിറങ്ങിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും കിട്ടുന്ന തരത്തിൽ നമ്മളത് തേച്ച് പിടിക്കണം. നന്നായിട്ട് എല്ലാ ഭാഗവും കവറായിട്ട് തന്നെ വരണം. മുടിയെടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ബാക്ക് സൈഡും ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വകച്ചിലെടുത്ത് നമ്മൾ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കണം. അത് കഴിഞ്ഞ് മുടിയിലോട്ടും ആക്കണം. അപ്പം എൻ്റെ അമ്മായിയമ്മ അടുത്ത് നിൽപ്പുണ്ട് ഈ പാക്ക് തേക്കാൻ വേണ്ടി തന്നെ. ആദ്യമായിട്ട് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിപ്പോൾ യഥാർത്ഥ നമ്മുടെ മൈലാഞ്ചി പൊടി വാങ്ങിച്ച് തേച്ചതുകൊണ്ട് തന്നെ തല ഇനി ചുവന്നു പോവെന്ന് അടുത്തുനിന്ന് അമ്മായി എന്നോട് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിലും എൻ്റെ കൈയൊക്കെ നന്നായിട്ട് ചുവന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു, ഇനി ചുവക്കായിട്ടും ചെയ്യുമോ. അങ്ങനെ എല്ലാം തേച്ച് പറക്കി എല്ലാം നന്നായിട്ട് ഞാൻ ചട്ടി വരെ എടുത്തുകൊണ്ട് വന്ന് വഴിച്ച് തേക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കൈ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഓടിച്ചെന്ന് മുഖമൊക്കെ കഴുകി. പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഷാമ്പൂ ഇട്ട് കഴുകിക്കളയാം. അപ്പോൾ അത്രയുള്ളൂ ഗായ്സ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.